ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ഇൻറ്റഗ്രൽ സർഫസ് ഓഫ് ദി പി ഡി ഇ 2y ഇൻറ്റു ഇസഡ് മൈനസ് 3 ഇൻറ്റു പി പ്ലസ് 2x മൈനസ് ഇസഡ് ഇൻറ്റു ക്യൂ ഈക്വൽ ടു y ഇൻറ്റു 2x മൈനസ് 3 വിച്ച് പാസസ് ത്രൂ ദി സർക്കിൾ ഇസഡ് ഈക്വൽ ടു 0 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2x. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി ഇൻറ്റഗ്രൽ സർഫസ് ഓഫ് ദി പി ഡി. അപ്പോൾ ഈ നമ്മുടെ ഗിവൺ പി ഡി നമുക്ക് തന്നിട്ടുണ്ട്. അതായത് പി പി പ്ലസ് ക്യു ക്യു ഇസ് ഈക്വൽ ടു ആർ ഫോമിലുള്ള ഒരു ലീനിയർ പി ഡി ആണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രൽ സർഫസ് നമുക്ക് കണ്ടുപിടിക്കണം. വിച്ച് പാസസ് ത്രൂ ദി സർക്കിൾ ഇസഡ് ഈക്വൽ ടു 0 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2x. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതി. അപ്പോൾ ഇതിന് ഇൻറ്റഗ്രൽ സർഫസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം യുവും വിയും വേണം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി. ദാറ്റ് ഈസ് 2y ഇൻറ്റു ഇസഡ് മൈനസ് 3 ഇൻറ്റു പി പ്ലസ് 2x മൈനസ് ഇസഡ് ഇൻറ്റു ക്യൂ ഇസ് ഈക്വൽ ടു y ഇൻറ്റു 2x മൈനസ് 3. ദെൻ നമ്മൾ എന്താ ചെയ്യുക? ജനറൽ ലഗ്രാഞ്ചസ് ഓക്സിലറി ഇക്വേഷൻ എഴുതും. അപ്പോൾ ലഗ്രാഞ്ചസ് ഓക്സിലറി ഇക്വേഷൻ ഈസ് dx by 2y into z minus 3 is equal to dy by 2x minus z equal to dz by y into 2x minus 3. അതായത് dx by p is equal to dy by q is equal to dz by r. അപ്പോൾ ലഗ്രാഞ്ചസ് ഓക്സിലറി ഇക്വേഷൻ ആയി. നൗ കൺസിഡർ നമ്മൾ യുവും വിയും കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ ഫസ്റ്റ് യു കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ യു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് രണ്ട് റേഷ്യോസിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ എന്താ ഫസ്റ്റ് രണ്ട് റേഷ്യോസ് എടുക്കുമ്പോൾ ഏതാ? dx by 2y into z minus 3 is equal to dz by y into 2x minus 3. ദാറ്റ് ഈസ് ഇവിടെ നമുക്കൊരു y ഉണ്ട്, ഇവിടെ ഒരു y ഉണ്ട്. ഇവിടുത്തെ വൈയും ഇവിടുത്തെ വൈയോടെ കട്ട് ചെയ്ത് പോയി. ദെൻ dx by 2 into z minus 3 is equal to dz by 2x minus 3 എന്ന് വന്നു. ദാറ്റ് ഈസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x minus 3 into dx is equal to 2 into z minus 3 into dz എന്ന് വന്നു. ദാറ്റ് ഈസ് 2x minus 3 into dx ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് വരും. അപ്പോൾ -2 into z minus 3 into dz ഈക്വൽ ടു 0 എന്ന് വന്നു. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻറ്റഗ്രേറ്റിംഗ് വി ഗെറ്റ് 2x dxൻ്റെ ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് 3 dxൻ്റെ ഇൻറ്റഗ്രൽ -3x -2z dzൻ്റെ ഇൻറ്റഗ്രൽ -z സ്ക്വയർ പ്ലസ് 6 dzൻ്റെ ഇൻറ്റഗ്രൽ പ്ലസ് 6z ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് C1. ഇവിടെ നമ്മൾ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് ഇസഡ് സ്ക്വയർ പ്ലസ് 6z ഇസ് ഈക്വൽ ടു C1 എന്ന് വന്നു. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 6z ഈക്വൽ ടു C1. ജസ്റ്റ് അറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 6z ഇസ് ഈക്വൽ ടു C1. അതൊന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് എഴുതിയതാണ്. അത് ഇക്വേഷൻ 1 എന്നെടുത്തു. ഇനി അതായത് നമ്മുടെ ഫസ്റ്റ് സർഫസ് നമുക്ക് കിട്ടി. ആദ്യത്തെ രണ്ട് റേഷ്യോസ് ഇക്വേറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് സർഫസ് കിട്ടി. നമ്മൾ നെക്സ്റ്റ് സർഫസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? പി ഡാഷ് ക്യൂ ഡാഷ് ആർ ഡാഷ് ആയിട്ട് 1 2y -2 ചൂസ് ചെയ്തു. സോ ദാറ്റ് പി ഡാഷ് പ്ലസ് ക്യൂ ഡാഷ് പ്ലസ് ആർ ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 ഇൻറ്റു 2y ഇൻറ്റു ഇസഡ് മൈനസ് 3 ദാറ്റ് ഈസ് 2yz മൈനസ് 6y വരും. അപ്പം 1 ഇൻറ്റു 2yz മൈനസ് 6y ദാറ്റ് ഈസ് 2yz മൈനസ് 6y വന്നു. പ്ലസ് 2y ഇൻറ്റു 2x മൈനസ് ഇസഡ്. ഇപ്പോൾ 2y ഇൻറ്റു 2x മൈനസ് ഇസഡ് ചെയ്യുമ്പോൾ 4xy മൈനസ് 2yz. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 4xy മൈനസ് 2yz. ദെൻ -2 ഇൻറ്റു y ഇൻറ്റു 2x മൈനസ് 3 എന്ത് വരും? -2y ഇൻറ്റു 2x മൈനസ് 3 ദാറ്റ് ഈസ് -4xy പ്ലസ് 6y. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് -4xy പ്ലസ് 6y. നോക്കിയാലും പ്ലസ് 2yz ഉണ്ട്, -2yz ഉണ്ട്, കട്ട് ചെയ്ത് പോയി. -6y ഉണ്ട്, പ്ലസ് 6y ഉണ്ട്, കട്ട് ചെയ്ത് പോയി. ദെൻ പ്ലസ് 4xy ഉണ്ട്, -4xy ഉണ്ട്, കട്ട് ചെയ്ത് പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ പി ഡാഷ് പ്ലസ് ക്യൂ ഡാഷ് പ്ലസ് ആർ ഡാഷിൻ്റെ വാല്യൂ നമുക്ക് 0 എന്ന് വന്നു. സോ ദ അതർ സർഫസ് ഈസ് ഗിവൺ ബൈ dx പ്ലസ് എന്താ പി ഡാഷ് dx പ്ലസ് ക്യൂ ഡാഷ് dy പ്ലസ് ആർ ഡാഷ് dz ഈസ് ഈക്വൽ ടു 0. അതായത് 1 ഇൻറ്റു dx ദാറ്റ് ഈസ് dx പ്ലസ് 2y ഇൻറ്റു dy -2 ഇൻറ്റു dz ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സെക്കൻഡ് സർഫസ് നമുക്ക് കിട്ടും. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻറ്റഗ്രബിൾ ഫോമിലാണ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dxൻ്റെ ഇൻറ്റഗ്രൽ എക്സ് വരും, 2y ഡിവൈഡ് ഇൻറ്റഗ്രൽ y സ്ക്വയർ വരും, -2 dzൻ്റെ ഇൻറ്റഗ്രൽ -2z വരും, ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് C2 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സർഫസുമായി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റഗ്രൽ സർഫസ് വിച്ച് പാസസ് ത്രൂ ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2x z ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ സർക്കിളിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമ്മൾ സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും നോക്കുക. അപ്പോൾ അതിന് വേണ്ടി ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 0 ഇസഡ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 2x. ഇവിടെ നമ്മളൊരു 1 ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എക്സ് സ്ക്വയർ -2x +1 -1
പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0, ഇസഡ് ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല, 1 ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1നെ നമുക്ക് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദെൻ ഒരു പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്. ഈ -1 റൈറ്റിലേക്ക് പോകുമ്പോൾ ഈക്വൽ ടു +1 എന്ന് വരും. ആൻഡ് ഇസഡ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് എന്താ ഫോമുല? എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ഫോമുല ഇരിക്കുന്നത്. ഇവിടെ എയുടെ സ്ഥാനത്ത് 1ഉം ബിയുടെ സ്ഥാനത്ത് 0യും ആറിൻ്റെ സ്ഥാനത്ത് അഗെയിൻ 1 ആണ് വന്നേക്കുന്നത്. അതായത് സെൻറ്റർ എന്ന് പറയുന്നത് എന്ത് വരും? 1,0 സെൻറ്ററും റേഡിയസ് 1ഉം ആയിട്ടുള്ള സർക്കിളാണ് നമ്മുടെ ഗിവൺ സർക്കിൾ എന്ന് പറയുന്നത്. ഇസഡിൻ്റെ എന്ന് പറയുന്നത് 0 എടുത്തു. അപ്പോൾ ഈ സർക്കിളിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് ഈക്വൽ നമുക്കറിയാം എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ എങ്കിൽ സർക്കിളിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എ പ്ലസ് ആർ കോസ് തീറ്റ വൈ ഇസ് ഈക്വൽ ടു ബി പ്ലസ് ആർ സൈൻ തീറ്റ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്കുള്ള 1 പേ പ്ലസ് ആർ കോസ് തീറ്റ, ആറിൻ്റെ സ്ഥാനത്തും 1 പേ പ്ലസ് ആർ കോസ് തീറ്റ എന്നുള്ളത് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു കോസ് തീറ്റ. അത് ഇങ്ങനെ ഓർത്താൽ മതി. പേ പ്ലസ് ആർ കോസ് തീറ്റ എന്നുള്ളത് എന്ത് വരും? 1 പ്ലസ് കോസ് തീറ്റ. അതായത് നമ്മൾ എ പ്ലസ് ആർ കോസ് തീറ്റ വരുന്നത് ആക്ച്വലി എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്നും വൈ മൈനസ് ബി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നും വൈ മൈനസ് ബി ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നും കൊടുത്തിട്ട് റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് കോസ് തീറ്റ സൈൻ തീറ്റ വരുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 1 പ്ലസ് കോസ് തീറ്റ. അപ്പോൾ വൈ മൈനസ് 0 ഈക്വൽ ടു സൈൻ തീറ്റ, ദാറ്റ് ഇസ് വൈ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ വരും. ഇസഡ് ഈക്വൽ ടു 0. അതായത് എ പ്ലസ് ആർ കോസ് തീറ്റ ബി പ്ലസ് ആർ സൈൻ തീറ്റ ഇസഡ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് പാരാമെട്രിക് ഇക്വേഷൻ. പിന്നെ സർഫസസ് 1 and 2 പാസസ് ത്രൂ ദി സർക്കിൾ. ഇപ്പോൾ സർക്കിളിൽ കൂടെ സർഫസസ് പാസ് ചെയ്യണമെങ്കിൽ എന്ത് കണ്ടീഷൻ? ഈ എക്സിൻ്റെയും വൈക്കും ഇസഡിനും നമുക്ക് പാരാമെട്രിക് ഇക്വേഷനായിട്ട് കിട്ടിയ വാല്യൂസ് നമ്മൾ ഇക്വേഷൻ 1ലും ഇക്വേഷൻ 2ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഏതാ? ഇക്വേഷൻ 1 എന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്നത് ഫസ്റ്റ് സർഫസാണ്. ഫസ്റ്റ് സർഫസ് എന്ന് പറയുന്നത് ഏതാ? എക്സ് സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 6z ഈക്വൽ ടു C1. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 1 പ്ലസ് കോസ് തീറ്റ. അപ്പോൾ 1 പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് ഇസഡ് 0 അപ്പോൾ 0 ആയിപ്പോയി. -3 × 1 പ്ലസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു C1. 6z 0 ആയിപ്പോവും. അപ്പോൾ ഈക്വൽ ടു C1 എന്ന് വരും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. 1 പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ -3 × 1 പ്ലസ് കോസ് തീറ്റ ഈക്വൽ ടു C1. ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സിന് പകരം 1 പ്ലസ് കോസ് തീറ്റ പ്ലസ് വൈക്ക് പകരം സൈൻ തീറ്റ, ദാറ്റ് ഇസ് വൈ സ്ക്വയർ ആകുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ. -2z പകരം ഇസഡിന് പകരം 0 വരും. അപ്പം -2z എന്നുള്ളത് -0 ഈക്വൽ ടു C2. അപ്പോൾ നമ്മുടെ രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഏതാ? 1 പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ -3 × 1 പ്ലസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു C1 ആൻഡ് 1 പ്ലസ് കോസ് തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ -0 ഇസ് ഈക്വൽ ടു C2. ഇനി നമ്മൾ ഇവിടുന്ന് തീറ്റ ആണ് നമ്മുടെ ഇവിടുത്തെ പാരാമീറ്റർ. അപ്പോൾ തീറ്റനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇക്വേഷൻ ജസ്റ്റ് ഇങ്ങനെ എഴുതി 1 പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 കോസ് തീറ്റ -3 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ -3 കോസ് തീറ്റ ഈക്വൽ ടു C1. രണ്ടാമത്തെ ഇക്വേഷൻ 1 പ്ലസ് കോസ് തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു C2 എന്ന് വന്നു. ദെൻ നമുക്കതിനെ എങ്ങനെ എഴുതാം? ഇവിടെ കോസ് സ്ക്വയർ 1 ഉണ്ട്, -3 ഉണ്ട്. 1 - 3 ചെയ്യുമ്പോൾ -2 വരും. ദെൻ ഇവിടെ ഒരു -3 കോസ് തീറ്റ ഉണ്ട്, +2 കോസ് തീറ്റ ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ മൈനസ് കോസ് തീറ്റ വരും. ദെൻ ഒരു പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഉണ്ട് ഈക്വൽ ടു C1. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് കോസ് തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു C2. ഇനി ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ നമ്മൾ തീറ്റനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തീറ്റനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഓരോന്നും ചെയ്യുന്നത്. ഇനി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? -2 + 1 ദാറ്റ് ഇസ് -1 മൈനസ് കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ ദാറ്റ് ഇസ് 0. ദെൻ വരുന്നത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇപ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ നമുക്കറിയാം 1 ആണ്. അപ്പോൾ 1 ഈക്വൽ ടു C1 + C2. നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് തീറ്റ എന്ന് പറഞ്ഞ തീറ്റയുടെ ഒരു ടേം പോലും ഇല്ല. അപ്പോൾ -1 + 1 ഇസ് ഈക്വൽ ടു C1 + C2 എന്ന് വന്നു. ദാറ്റ് ഇസ് C1 + C2 ഇസ് ഈക്വൽ ടു എന്ത് വരും? 0 വരും. അതാണ് നമ്മുടെ φ ഓഫ് C1 C2. അപ്പോൾ C1 + C2 ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ C1ന് പകരം നമുക്ക് കിട്ടിയേക്കുന്ന C1ൻ്റെ വാല്യൂം C2ന് പകരം നമ്മുടെ C2ൻ്റെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് യും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റിക്വേർഡ് സർഫസ്. ഇപ്പോൾ റിക്വേർഡ് സർഫസ് എന്ന് പറയുന്നത് എന്ത് വരും? C1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? C1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് u വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് x² - 3x - z² + 6z പ്ലസ് C2ന് കറസ്പോണ്ടിങ് ആയിട്ട് v വാല്യൂ ദാറ്റ് ഈസ് x + y² - 2z ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? x² + y² - z². ഇവിടെ ഒരു -3x ഉണ്ട്, പ്ലസ് x ഉണ്ട്. കമ്പൈൻ ചെയ്യുമ്പോൾ -2x പ്ലസ് എന്താ ഇവിടെ ഒരു 6z ഉണ്ട്, -2z ഉണ്ട്. കമ്പൈൻ ചെയ്യുമ്പോൾ +4z ഈക്വൽ ടു 0. ഇതാണ് റിക്വേർഡ് സർഫസ് എന്ന് പറയുന്നത്. അതായത് x² + y² - z² - 2x + 4z ഈക്വൽ ടു 0 എന്നുള്ളതാണ് റിക്വയർഡ് ഇൻറ്റഗ്രൽ സർഫസ് വിച്ച് പാസസ് ത്രൂ ദി ഗിവൺ സർക്കിൾ.